ആ ബോട്ടിലെ തൊഴിലാളി രാജിവെച്ചു. നല്ല തൊഴിൽ. പക്ഷെ അയാൾ രാജിവെച്ചപ്പോൾ പറഞ്ഞത് കുട്ടികളെ കരച്ചിൽ കേൾക്കാൻ പറ്റായിട്ടാണ് എന്നാണ്. പൈതമക്കളെ കരച്ചിൽ 2-3 ദിവസം കായലിലൂടെ ഒഴുകാൻ വേണ്ടി വിടുന്ന, വിദേശിയെയും കുട്ടി ഒഴുകാൻ വേണ്ടി വിടുന്ന ഈ ബോട്ടുകളിൽ നിന്ന്, സുന്ദരമായി മറക്കപ്പെട്ട ബോട്ടുകളിൽ നിന്ന്, അതിനകത്ത് നിന്ന് മലയാളി പെൺകുട്ടികളുടെ കരച്ചിൽ കേൾക്കാൻ പറ്റാത്തത് കൊണ്ട് എനിക്കവിടെ ജോലി ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിച്ച് പുറത്തു വന്ന ഒരാളുടെ വർത്തമാനം കേട്ടപ്പോൾ, അതൊരാളുടെ വർത്തമാനം, പുറത്തു വരുവാൻ ആത്മാർത്ഥത കാണിച്ച ഒരാളുടെ വർത്തമാനം. എൻ്റെയും നിങ്ങളുടെയും മക്കൾ നാളെ അങ്ങനെ ആയിക്കൂടാ. അതിന് നമ്മൾ അടിസ്ഥാനത്തിൽ നിന്ന് തുടങ്ങണം, അടിത്തറയിൽ നിന്ന്. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള ധാർമ്മിക ബോധം കൊടുക്കേണ്ട, അതിനുള്ള അവസരം കൊടുക്കേണ്ട സമയത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. പുതിയ തലമുറയുടെ തിന്മകളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. പക്ഷേ ആ തിന്മകളുടെ കാരണം ഞാനും നിങ്ങളുമാണ് എന്ന് നാം തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ, ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ നാം ഇന്നെങ്കിലും തിരുത്താൻ സന്നദ്ധമായിട്ടില്ലെങ്കിൽ, പുതിയ തലമുറയും അതേ പാതയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. പച്ചയായി പറയാമല്ലോ, 3 വയസ്സ് വരെ നിങ്ങൾ കുട്ടികളെ ടെലിവിഷൻ കാണിക്കല്ലേ. ആ സാധനം എന്ത് നന്മക്ക് വേണ്ടിയും ഇല്ല. ഞങ്ങൾ സാധാരണ മാതാപിതാക്കളോട് പറയാറുണ്ട്, നിങ്ങൾ കേടുവരാൻ തീരുമാനിച്ചാൽ നിങ്ങൾ കേടുവന്നോ, പുതിയ തലമുറയെങ്കിലും ഞങ്ങൾക്ക് എത്തായെന്ന്. ആ പുതിയ തലമുറയെങ്കിലും വളരട്ടെ, ധർമ്മബോധമുള്ളവരായി. നിങ്ങളുടെ വീട്ടിൽ അവർക്ക് ആ പ്രായത്തിൽ അവർക്ക് പഠിക്കാൻ, അവർക്ക് കളിക്കാൻ, അവർക്ക് രസിക്കാൻ ഉള്ള മാർഗങ്ങൾ ഉണ്ടാവട്ടെ. ഏത് രൂപത്തിൽ? ധാർമ്മികമായ മാർഗങ്ങൾ. ഇന്ന് തടിയളകാത്ത കളികളെക്കുറിച്ചാണ് കുട്ടികൾ പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്. എന്തിന്? അതിലടക്കം കമ്പ്യൂട്ടർ ഗെയിംസ് ഡിസൈൻ ചെയ്യപ്പെടുന്നത് എന്തിന്? ഡിസൈൻ ചെയ്യപ്പെടുന്നത് എവിടെ? ഏത് രൂപത്തിൽ? നിങ്ങൾ പരിശോധിക്കണം. കുട്ടിയുടെ തലച്ചോറിന് കുട്ടിയുടെ മാനസികമോ ശാരീരികമോ ആയ നന്മക്ക് വേണ്ടിയല്ലാത്ത കളികളൊന്നും ആവശ്യമില്ലാത്തതാണ്. നിങ്ങൾക്ക് ശാരീരികമായ ഉല്ലാസം ഉണ്ടാകണം, ശാരീരികമായി ആയാസമുണ്ടാകണം, അതല്ലെങ്കിൽ മാനസികമായി ബുദ്ധിപരമായി നന്മയുണ്ടാകണം. അതല്ലാത്തൊരു കളി, അത് ഡിസൈൻ ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ കുട്ടിയുടെ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടുത്താനാണെങ്കിൽ, കുട്ടിയുടെ സർഗധാരയും സർഗവാസനയും തകർത്ത് കളയാനാണെങ്കിൽ, നിങ്ങൾ കുട്ടിയെ അതിനെറിഞ്ഞു കൊടുക്കണമോ നിങ്ങൾ? അതാണ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷനാണ്. പലതും അങ്ങനെയാണ് എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഇത് ഒരു വല്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. തലമുറയെ നമുക്ക് കുറ്റം പറയാം തിരിഞ്ഞു നിന്ന്. പക്ഷേ ആ കുറ്റം പറയുമ്പോൾ, നമ്മുടെ പുതിയ തലമുറയെ ഒരു വിരൽ കൊണ്ട് ചൂണ്ടുമ്പോൾ 3 വിരലുകൾ നമുക്ക് നേരെ ചൂണ്ടിക്കൊണ്ട് നിലനിൽക്കുന്നു എന്ന ബോധ്യത്തോടു കൂടിയും തന്നെ നമ്മൾ ചൂണ്ടണം. അതാണ് പറഞ്ഞത്. നമ്മൾ അടിസ്ഥാനപരമായി മതപരമായ ഇസ്ലാമികമായ ചുറ്റുപാടുകളും സാഹചര്യങ്ങളും അറിവും വിദ്യാഭ്യാസവും കൊടുക്കാൻ നമുക്ക് കഴിയണം. അതില്ലാത്തിടത്തോളം നമ്മുടെ മക്കൾ നമ്മുടേതല്ലാതായിത്തീരും. നമ്മുടെ മക്കൾ നമുക്കെതിരായിത്തീരും. നമ്മുടെ മക്കൾ നാളെ ഏതെങ്കിലും ഒരാളുടെ കൈപിടിച്ച് പോകുന്നത് കാണുമ്പോൾ സങ്കടക്കെട്ട് പൊട്ടിക്കരഞ്ഞതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ സ്നേഹത്തിൻ്റെ പേരിൽ കൊടുത്തത് ടെലിവിഷൻ ചാനലുകളായിരുന്നു. നിങ്ങൾ സ്നേഹത്തിൻ്റെ പേരിൽ കൊടുത്തത് ഇൻ്റർനെറ്റ് കണക്ഷനായിരുന്നു. നിങ്ങൾ സ്നേഹത്തിൻ്റെ പേരിൽ കൊടുത്തത് മൊബൈലായിരുന്നു. നിങ്ങൾ യഥാർത്ഥ സ്നേഹം കൊടുത്തോ നിങ്ങൾ? പുതിയ തലമുറ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭീതിതമായ ലോകമാണ്. വെറും പുതിയ തലമുറയല്ല. ഏത് രൂപത്തിൽ ഒരു മിസ് കോൾ പേടിക്കേണ്ടതാണിന്ന്. മിസ് കോൾ. ചൈനക്കാരൻ മൊബൈൽ കണ്ടുപിടിച്ചപ്പോൾ കേരളക്കാരൻ കണ്ടുപിടിച്ചത് എന്ത് എന്ന് ഒരു തമാശ ചോദ്യം എൻ്റെ 33 കുട്ടികളിൽ ഒരു കുട്ടി ചോദിച്ചു. ഇന്ന് വരെ നടന്ന പ്രീമരിറ്റൽ വർക്ക്ഷോപ്പിൽ ഉത്തരം കിട്ടിയില്ല. കണ്ടുപിടിച്ചത് മിസ് കോളാണത്രേ. മിസ് കോൾ. പക്ഷേ
നമ്മുടെ കേരളത്തിൽ ഈ മിസ് കോൾ കുട്ടികളെ മിസ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ അറിയണം. ഒരു മിസ് കോളാണ് കോഴിക്കോട് അടുത്തുള്ളൊരു സ്കൂളിലെ ആ കുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഒരു മിസ് കോൾ. ആ മിസ് കോൾ വന്നവർ തിരിച്ചു വിളിച്ചതാ. അവിടെ നിന്ന് തുടങ്ങിയതാണ് അസുഖം. ഒരു മിസ് കോൾ എനിക്കറിയാവുന്ന ഒരു കുടുംബത്തെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. 3 മക്കളുള്ളൊരു മാതാവിന് വന്ന മിസ് കോൾ. ആ മിസ് കോളിനുള്ള തിരിച്ചുവിളി, ആ വിളിയിലൂടെയുള്ള ബന്ധം, ആ ബന്ധത്തിലൂടെയുള്ള ശാരീരിക ബന്ധം, ആ ശാരീരിക ബന്ധത്തിലൂടെയുള്ള മാനസിക ബന്ധം, ആ ബന്ധങ്ങൾ അവസാനം എൻ്റെ 3 കുട്ടികളും ഭർത്താവും വേണ്ടതില്ല എന്ന് പറയാൻ മാത്രം ആ പെണ്ണിനെ ത്രാണിയുള്ളതാക്കി തീർത്തു. ഒരു മിസ് കോൾ. ചതിക്കുഴികൾ കരുതിയിരിക്കുക. നാം നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ മാതാക്കളായി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നവർ അവർ ഞങ്ങളുടെ ശത്രുക്കളാണോ എന്ന് കുട്ടികൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ പിതാവ് യഥാർത്ഥത്തിൽ എൻ്റെ ശത്രുവാണോ എന്ന് ചോദിക്കുന്ന കാലത്ത് എൻ്റെ ഉമ്മ മറ്റാർക്കൊക്കെയോ ഫോൺ ചെയ്യുന്നു, എനിക്ക് പേടിയാകുന്നു, അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് പറയാൻ. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഇന്നലെ പത്രത്തിൽ വായിച്ചത് ഉമ്മ മകളെ കഴുത്ത് നെരിച്ച് കൊന്നു എന്നാണ് എന്ന് ബേജാറോട് കൂടി പറയുന്ന പെൺകുട്ടികൾ ജീവിക്കുന്ന കാലത്ത് എൻ്റെ ഉപ്പയും ഉമ്മയും വേർപിരിഞ്ഞ് ജീവിക്കുകയാണ്. അവർക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ പല രൂപങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ ഇതിനെക്കുറിച്ചെല്ലാം ഒരു ഭീതിതമായ ചിത്രമാണുള്ളത് എന്ന് പറയപ്പെടുന്ന കാലഘട്ടത്തിൽ നമ്മൾ ആലോചിക്കണം, സഹോദരങ്ങളെ, നമ്മുടെ പുതിയ തലമുറയെ നാം ഇനിയും ഈ വൃത്തികേടുകളിലേക്ക് വരണോ, അതോ യഥാർത്ഥത്തിലുള്ള അറിവ് കൊടുത്ത് വളർത്തണമോ? നമ്മൾ നാളെ നമ്മുടെ മക്കൾ നമുക്കെതിരെ സാക്ഷി നിൽക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകേണ്ടതെങ്കിൽ, നാളെ നമ്മുടെ മക്കൾ നമുക്കെതിരെ സംസാരിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകരുതെങ്കിൽ, നാളെ നമ്മുടെ മക്കൾ നമുക്കെതിരെ പരലോകത്ത് മാത്രമല്ല ഇഹലോകത്ത് തന്നെ നമ്മുടെ ശത്രുക്കളായി മാറുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകേണ്ടതില്ലെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിലുള്ള അറിവ് കൊടുക്കുക. ആ അറിവിനെ പറ്റിയ സാഹചര്യം ഉണ്ടാക്കുക. വീടുകൾ സിനിമാ കേന്ദ്രങ്ങളാകാതെ വീടുകൾ കുടുംബങ്ങളുടെ കേന്ദ്രങ്ങളായി തീരുക. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഇണകളെ ഉണ്ടാക്കി തന്നത് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. എന്തിനാണത്? നിങ്ങൾ സമാധാനപൂർവ്വം ഒത്തുചേരുന്നത്, നിങ്ങൾക്ക് സ്നേഹവും കാരുണ്യവും ഇട്ടുതരികയും ചെയ്തിരിക്കും.